ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ഈ ഒരു ജനറേഷൻ ഇല്ലാതെ പോയ, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ സുഖങ്ങളിൽ സുഖിച്ച് അർമാദിച്ച് അഭിരമിച്ച് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ റബ്ബിലുള്ള ശരിയായ വിശ്വാസം. വാപ്പ മുസ്ലിം ആയതുകൊണ്ടുണ്ടായ വിശ്വാസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അറ്റുപോകാത്ത, മുറിഞ്ഞു പോകാത്ത ആ ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാത്തിലും നമുക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നത്. വാശിയോടെ, ക്ഷമയോടെ, നെഗറ്റീവ് എനർജിയോട് ഫൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ജമ്മാണ്, ഒരു വൈരക്കല്ലാണ് ഈ തവക്കുൽ എന്നുള്ളത്, ശരിയായ തവക്കുൽ എന്നുള്ളത്. അതുണ്ടെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. കാരണം പ്രശ്നങ്ങളെപ്പോലും നമ്മൾ നൗമെൻറ്റ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ലൈഫ് ഭയങ്കര പെയിൻഫുള്ളാണ്, എനിക്കൊരുപാട് ലയബിലിറ്റീസ് ഉണ്ട്, കടങ്ങളുണ്ട്, എൻ്റെ വിഷമങ്ങൾ ആരും കാണുന്നില്ല, ഈ ഒരു പ്രശ്നം എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെ തുടങ്ങി നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ തന്നെ വല്ലാതെ പർവ്വതീകരിച്ചിട്ട് അങ്ങോട്ട് മനസ്സിൽ വെക്കും. ഡെയിലി 5 നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു സുപ്പീരിയർ സ്റ്റേറ്റ്മെൻറ്റ് വരാറുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏറ്റവും വലിയവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹ് ഈസ് ഗ്രേറ്റർ ദാൻ എവറിത്തിങ്. ഇവിടെ ഒരു സൈക്കോളജിക്കൽ മെക്കാനിസം ഉണ്ട്. നമ്മുടെ റബ്ബിനെ നമ്മൾ ഏറ്റവും വലുതാക്കി വെക്കുന്ന സമയത്ത് നിലവിൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസും നാച്ചുറലി, സ്വാഭാവികമായിട്ട് ചെറുതാവും. പിന്നെ പ്രോബ്ലംസിന് വലുതാവാൻ കഴിയില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഏറ്റവും വലുതായിട്ട് അള്ളാഹുവിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇതൊരു അടിപൊളി സൈക്കോളജിയാണ്. നമ്മുടെ പ്രോബ്ലംസിനെ വലുതാക്കി വെക്കുകയും അള്ളാഹുവിനെ ആ പ്രശ്നങ്ങൾക്ക് താഴെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. ഇതൊരു മായോ മന്ത്രമൊന്നുമല്ല, ഇതൊരു പക്കാ മൈൻഡ് സെറ്റാണ്. ലോകത്തുള്ള ഏറ്റവും വലിയ ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യവും ധൈര്യവും ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റാണ്. അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് എൻ്റെ റബ്ബ് എന്ന ബോധ്യത്തിലേക്ക് ഒരാൾ സീരിയസ്ലി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഡിപ്രഷൻ, എന്ത് സ്ട്രെസ്.